അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ശ്രീ ഭഗവതി. എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യ സൗഖ്യങ്ങളെല്ലാം കൊടുത്ത് കാത്തുരക്ഷിക്കണമേ ദേവി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരത്ത് പോക്ക് അഥവാ വരവ് പോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വരവ് പോക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഇത് പ്രധാനമായിട്ടും വീടിന് കുറുകെ ചില ദുഷ്ടശക്തികൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം, ഇതിനെയാണ് വരവ് പോക്ക് എന്ന് പൊതുവിൽ പറയണേ. എന്നാൽ ദുഷ്ടശക്തികൾ മാത്രമല്ല കേട്ടോ, ക്ഷേത്രത്തിലെ ചില തേവാരമൂർത്തികളും വീടിന് കുറുകെ പോകുമ്പോ ചില അനിഷ്ടതകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ശ്മശാനത്തിൽ നിന്നോ മറ്റ് ചുടലപ്രദേശങ്ങളിൽ നിന്നോ ഒക്കെയുള്ള ചില ദുർഭൂതങ്ങളുടെ, ദുർദേവതകളുടെ, ചില ബാധകാദോഷങ്ങളുടെയൊക്കെ വരവ് പോക്കുള്ള ആ മണ്ണിലാണ് നിങ്ങളുടെ വീടിരിക്കുന്നെങ്കിൽ എന്റെ വീടിന്റെ കുറുകെ കൂടെ ഇതങ്ങ് സഞ്ചരിച്ചിട്ട് ആ വീട്ടിലുള്ളവർക്ക് കനത്തതായ നഷ്ടം ഉണ്ടാക്കും. വീടിനകത്ത് രോഗങ്ങളുടെ അങ്ങ് താണ്ഡവായിരിക്കും. ബാധ്യതകൾ കൊണ്ട് അല്ലാണ്ട് വലഞ്ഞു പോവും. വീട്ടിനകത്ത് മനസ്വസ്ഥതയൊന്നും കിട്ടില്ല. ചിലപ്പോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വീട്ടിലുള്ള പലർക്കും കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പേരാണ് ഈ വരത്ത് പോക്ക് അഥവാ വരവ് പോക്ക്. ചിലപ്പോ ദേവതാ സുരക്ഷയുള്ള വീടുകൾ, അതായത് കുടുംബദേവതയുടെയും മറ്റൊക്കെ സുരക്ഷയുണ്ടെങ്കിൽ ഇത്തരം വരവ് പോക്കുകൾ ആ വീട്ടിലുണ്ടെങ്കിലും അവരെ സാരമായിട്ട് ബാധിക്കില്ല. പക്ഷെ ഈ വരവ് പോക്കുകൾ ഇവർക്ക് കാണാൻ പറ്റും കേട്ടോ, അനുഭവിക്കാൻ പറ്റും. ചിലപ്പോഴ് വീട്ടിന്റെ മുകളിലൂടെ ഒരു അഗ്നി ഉരുണ്ടു പോകുന്നത് പോലെയൊക്കെ ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു നിമിഷാർത്ഥം മാത്രം ഇത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ട്. എന്തായാലും വീടിന് കുറുകെ അല്ലെങ്കിൽ വീടിനെ ചുറ്റിത്തിരിഞ്ഞ വരത്ത് പോക്ക് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വസിക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ. ഒരുപാട് പ്രയാസങ്ങള് ഇതുമൂലം ആൾക്കാർ അനുഭവിച്ചു പോരുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയാം. കുട്ടിക്കാലാണ്, ഏതാണ്ട് 23, 25 എന്നാണ് ഓർമ്മ. ആ സമയത്ത് ഒരിക്കൽ മനക്കല് മൂത്ത തിരുമേനിയോടൊപ്പം ഈ ആലപ്പുഴയ്ക്ക് പരിസരത്ത് ഒരിടത്ത് ഒരു പൂജയ്ക്ക് പോവേണ്ടി വന്നു. ഏതാണ്ട് 2 ആഴ്ചയോളം ആ പ്രദേശത്ത് പൂജയുണ്ട്. താമസിക്കാനായിട്ട് ഒരു പഴയ തറവാടാണ് സംഘടിപ്പിച്ചേക്കണേ. അന്നൊക്കെ കൂടെ നമ്മളെ പാചകത്തിനൊക്കെ ആൾക്കാരെ കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടുള്ള പാചകക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അന്ന് പോണ സമയത്ത് പാചകത്തിന് ഞങ്ങളുടെ കൂടെ വരേണ്ട ആളില്ല. അയാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുമൂലം വരാത്തതാണ്. അപ്പോ ആലപ്പുഴ പരിസരത്ത് മൂത്തരിമേനിയുടെ ചില ബന്ധുജനങ്ങളുണ്ട്. അവിടെ പാചകം അറിയാനുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്. അവൻ വന്നോളും, പാചകം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ താമസിക്കാനുള്ളത് ഒരു പഴയ തറവാടാണ്. അപ്പോ അന്ന് അവിടെ തമ്പടിക്കാം എന്ന് പറഞ്ഞപ്പോ മൂത്തരിമേനി പറഞ്ഞു, ഞാനും ഇളയഭൻ തിരുമേനിയും കൂടെ പോയിട്ട് ആ പൂജ നടക്കണ ആദ്യത്തെ വീട്ടില് ചില കാര്യങ്ങൾ, ഒരുക്കുകളൊക്കെ എടുക്കാണ്ട്, അപ്പോ നിങ്ങള് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെയും പാചകക്കാരനെ അവിടെ ആക്കിയിട്ട് ബാക്കി 3-4 പരികർമ്മിയായിട്ട് മൂത്തേരുമേനി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ പാചകത്തിന് വന്ന ആ പുതിയ ആളുണ്ടല്ലോ, അയാള് ഞാനുമായിട്ട് നല്ല ലോഹ്യത്തിലായി. അപ്പോഴാണ് അയാള് പറയണത്, എന്നെ വിളിക്കണത് ജ്യേഷ്ഠാന്നാണേ. ജ്യേഷ്ഠാ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വീട്ടിലൊരു വരത്ത് പോക്കുണ്ട്. രാത്രിയൊന്നും നമുക്കിവിടെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ നമുക്കൊക്കെ ആണെങ്കിൽ അത് കേൾക്കുമ്പോ ഇതെന്താ വരത്ത് പോക്ക്? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലേ, ഈ പോക്ക് വരവെന്നൊക്കെ പറയണത് ഈ പ്രമാണം എഴുതുമ്പോ എന്തൊക്കെയുള്ള സാധനമല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഉള്ളിൽ പോയത്. അപ്പൊ ഇയാള് പറഞ്ഞു, അവിടെ ഇവിടെ ഒരു മാടനുണ്ട്, ആ മാടന്റെ വരത്ത് പോക്കാണ് ഉള്ളത്. അതുകൊണ്ട് രാത്രി ഒരു 7-7:15 ഞാൻ മടങ്ങിപ്പോവും. വേണമെങ്കിൽ എന്റെ മഠത്തിൽ വന്ന് താമസിക്കാന്ന് പറഞ്ഞു. അപ്പോ
എനിക്കിട്ട് പേടിയൊന്നും ഉണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞാല് മന്ത്രമൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാം, നിത്യനിദാന കർമ്മങ്ങളുണ്ട്, ഉപാസനയുണ്ട്. അതുകൊണ്ട് ഭയപ്പാടൊന്നും ഉണ്ടായില്ല. അയാളടുത്ത് പറഞ്ഞു, വേണ്ട, ഞാനിവിടെ കഴിഞ്ഞോളാം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അയാളെ യാത്രയാക്കി. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു 8 കാലൊക്കെ ആയപ്പോ അവിടുന്ന് മൂത്തേരുമേനി ഒരു പരികർമ്മിയെ ഇങ്ങോട്ട് അയച്ചു. ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് മൂത്തേരുമേനി പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞിട്ട്, അപ്പോ കയ്യിലൊരു ചുവന്ന ചരടും കൂടെ ഈ പരികർമ്മിയുടെ കൈ കൊടുത്തുവിട്ടിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒന്ന് കെട്ടിക്കൊടുത്തു, എന്റെ അടുത്ത് കെട്ടാനും പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചത് എന്തിനാ, ഒന്നും പറഞ്ഞില്ല. അത് കെട്ടിക്കോളൂ, ആവശ്യം വരുമെന്ന് പറഞ്ഞാണ് മുത്തരിമേന് തന്നേന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ശരിയെന്ന് പറഞ്ഞ് ആ ചരട് മേടിച്ച് അവിടെ ഒരു പലക ഇങ്ങനെ തട്ടി പോലെ അടിച്ചിട്ടുണ്ട്, അതിന്റെ അടുത്ത് വെച്ചു. പക്ഷെ രാത്രി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെടിപ്പ് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു ഞാൻ ഇത് എങ്ങോട്ട് എടുത്ത് ധരിക്കാൻ മറന്നുപോയി. അതവിടെ ഇരുന്നു. മറ്റേ പരികർമ്മി തൊട്ടപ്പുറത്തെ റൂമില് അവിടെ നല്ല കട്ടിലുണ്ട്, തൂക്കി ആടുന്ന കട്ടിൽ, അയാൾ അതിൽ പോയി കിടന്നു. ഞാൻ സാധാരണ ഒരു കട്ടിൽ ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടന്നു. പഴയ വീടാണ്. രാത്രിയാകുമ്പോൾ എലിയുടെയൊക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട്. പക്ഷെ കറണ്ടുള്ള വീടാട്ടോ, എന്നെക്കാലത്തും കറണ്ട് ഉണ്ട്. അപ്പോ മങ്ങിയ ഒരു ബൾബ് ആണ് അവിടെ ഉള്ളത്. പ്രകാശം മറ്റുള്ള ബൾബുകളുടെ അത്ര ഉണ്ടായില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ കിടന്നു മയങ്ങി വന്നപ്പോ പെട്ടെന്ന് രാത്രിയപ്പോ എന്തൊക്കെയോ കാറ്റും എന്തൊക്കെയോ ബഹളം പുറത്ത് നടക്കണ പോലെയൊക്കെ തോന്നി. സാധാരണ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒന്നുകൂടി പുതച്ചു മൂടി കിടന്നുറങ്ങാനാ തോന്നുക. പക്ഷെ എനിക്ക് അപ്പോ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഞാനൊന്ന് ചെവി ഉറക്കത്തിന്റെ ഇടയാ വട്ടം പിടിച്ചു നോക്കിയപ്പോ എന്തോ കിലുങ്ങണും, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ കിലുങ്ങുന്ന പോലെ. ഞാൻ വിചാരിച്ചു ഈ പരികർമ്മി ഉണ്ടല്ലോ, ചില പൂജാ സെറ്റുകളുണ്ട്, അതിനെ എടുത്തു വെച്ച് അവൻ കിലുക്കി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി വൃത്തിയാക്കുകയോ അടുക്കുകയൊക്കെ ചെയ്യും. രാവിലത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നടന്ന് അങ്ങ് പോകണ്ടേ, അതുകൊണ്ടാ ബ്രഹ്മമുഹൂർത്തമാകുമ്പോൾ കഴിച്ച് പോകണം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യായിരിക്കും എന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കിലുക്കൊക്കെ കൂടി 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 വരുന്നു. ആ വീടിന്റെ ആ വാതിൽക്കലൊക്കെ വല്ലാണ്ട് കിലുക്കം. അപ്പോ ഞാൻ ഒന്ന് കണ്ണൂർ നോക്കിയപ്പോ ശരിയാണ്, എല്ലാ ഭാഗത്തു നിന്ന് ഇങ്ങനെ പല മണികൾ ഇങ്ങനെ അടിക്കും പോലെ, ഇതൊക്കെ എഴയുന്നത് പോലെയൊക്കെ ഒരു ശബ്ദം. അത്രയും നേരം ഇല്ലാതെ ഒരു ഭയം എന്നിൽ അങ്ങോട്ട് വന്നുകൂടി. ശരിക്കും ഭയന്നു. അത്രയും നാളും കണ്ടറിഞ്ഞിട്ടില്ലാത്തൊരു അനുഭവമാണ്. പെട്ടെന്ന് വാസനാമൂർത്തി ധ്യാനിച്ചു. അതുകൊണ്ട് അവിടുത്തെ എനിക്ക് മനസ്സിന് ആ പേടി മാറില്ല. പെട്ടെന്ന് ഞാൻ രുദ്രകാളി മന്ത്രം ജപിച്ചു. കാളി മന്ത്രം ജപിച്ചു തുടങ്ങിയതും ഈ മണി ഒച്ച അങ്ങോട്ട് കൂടി 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 വരണു. വീണ്ടും ഭയം. എഴുന്നേറ്റ് അപ്പുറത്തെ റൂമിൽ ചെന്ന് ആ പരികർമ്മയൊന്ന് വിളിക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു ത്രാണിയില്ല. പെട്ടെന്ന് ഞാൻ ഓർത്ത് ആ ചരട് തന്നിട്ടേക്കണത് എന്തോ കാര്യം കൊണ്ടാണ് മൂത്തേരുമേ. അതുകൊണ്ട് അത് പെട്ടെന്ന് ധരിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് അതങ്ങോട്ട് കയ്യിൽ ചുറ്റി. കെട്ടിയോന്നൊന്നും തന്നെ ഇപ്പൊ ഓർമ്മയില്ല. ഒന്ന് ചുറ്റി കഴിഞ്ഞതും പെട്ടെന്ന് മണിനാഥമൊക്കെ അങ്ങോട്ട് നിലച്ചു. പിന്നെ ഞാൻ ഖണ്ഡാകർണ മന്ത്രം, അതുപോലെ ഖഡ്ഗരാവണ മന്ത്രം, ഇവയൊക്കെ അങ്ങോട്ട് ജപിച്ചു. എല്ലാം ശാന്തായി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം വീണു. നേരെ പരികർമ്മയെടുത്ത് ആ റൂമിലേക്ക് ഓടിച്ചെന്നപ്പോൾ ഞാൻ നന്നായിട്ട് വേർക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അയാള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പൊ വല്ലാത്ത സൗണ്ടും മണിയടി വെച്ച് എല്ലാം കേട്ടല്ലോ, എന്താ വല്ലതും കേട്ടിരുന്നോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, ഞാനും കുറച്ചു മുമ്പ് എഴുന്നേറ്റൊന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വന്ന് കിടന്നല്ലേ ഉള്ളൂ, ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ആ ചരട് അദ്ദേഹം തന്നുവിട്ടത് ശാരീരികമായ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് തടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ ജ്ഞാനബുദ്ധി കൊണ്ടും രാത്രിക്ക് ഒരാളെ പറഞ്ഞുവിട്ട് എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണിത് തന്നതെന്ന് മനസ്സിലായി. അത്രത്തോളം ശക്തമായിട്ടുള്ള ബാധകയുള്ള ഒരു സ്ഥാനമായിരുന്നു അത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മൂത്തരുമേനി പറഞ്ഞു, നമ്മെ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ പേടിപ്പിക്കും, അത്രേ ഉള്ളൂ. പേടി മാറ്റാനാ ആ ചരട് ഞാൻ തന്നുവിട്ടെ. പിന്നീട് ആ സ്ഥാനത്തെ വരവുപോക്കിനെയൊക്കെ മൂത്തരിമേനി എന്നെ കലശബന്ധനമൊക്കെ നടത്തി മാറ്റി. അത് ഏറ്റവും ഒടുവിലായിരുന്നു അവിടുത്തെ പൂജ. അങ്ങനെ പൂർണ്ണമായിട്ട് അവിടെ മാറ്റിയിട്ടുണ്ട്.
അപ്പൊ ഞാനിന്ന് പറയുന്നത് ഈ വീടിന് ഇങ്ങനെ വരവ് പോക്കെന്ന് പറയുന്ന ലക്ഷണങ്ങളുണ്ട്. അത് കഠിനമാണെങ്കിൽ നമ്മൾ പിന്നെ അതിന് ബന്ധനക്രിയ ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന മിക്ക വീടുകളിലെയും ഈ വരവ് പോക്കുകളെ ചെറുക്കാൻ ലളിതമായിട്ടുള്ള മാർഗമുണ്ട് കേട്ടോ. 90% വരവ് പോക്കുകളും ഇതോടുകൂടി ശമിക്കും. പിന്നെ നമ്മുടെ വീട്ടിന്റെ പരിസരത്തോട്ട് പോലും വന്നു ചേരുകയില്ല, വെട്ടി ഒഴിഞ്ഞു പോവും, വേറെ വഴിക്ക് പൊയ്ക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള നാട്ടുക്രിയ, താന്ത്രികവും മാന്ത്രികവും അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന വഴിക്ക് എത്ര എത്ര കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പഠിക്കേണ്ടി വന്നു ജീവിതകാലത്ത്. ഈ ഒരു ഏജ് വരെ എത്തുമ്പോ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അതിലൊന്നാണിത്. ഇതിന് വേണ്ടുന്നത് 4 മൂട്ടിച്ചിരട്ടയാണ്. മൂട്ടിച്ചിരട്ട എന്ന് പറഞ്ഞാൽ കണ്ണൻ ചിരട്ടയുണ്ട്, മൂട്ടിച്ചിരട്ടയുണ്ട്. കണ്ണില്ലാത്ത ചിരട്ടയാണ് മൂട്ടിച്ചിരട്ട. 4 എണ്ണം വേണം. 4 ചിരട്ടയില് അതിന്റെ ആദ്യ ഭാഗത്ത് കുറച്ച് ഉപ്പ് നിറയ്ക്കണം. 4 എണ്ണത്തിലും കുറച്ച് ഉപ്പ് നിറയ്ക്കണം. അതിന്റെ മുകളില് ഉമിക്കരിയില്ലേ, നമുക്ക് കടയിലൊക്കെ ഇപ്പൊ മേടിക്കാൻ കിട്ടും. പണ്ട് ഉമിക്കരി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം കടകളിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ടി വരും. പിന്നെ കുറച്ച് നെല്ല്, ആദ്യം ഉപ്പിട്ടു, അതിന് മുകളിൽ ഉമിക്കരി കുറച്ചിട്ടു, അതിന് മുകളിൽ നെല്ലിട്ടു. കുറച്ച് നെല്ല് മതി കേട്ടോ. പിന്നെ ഇതിന്റെ ഏറ്റവും മുകളിൽ ചെറിയൊരു ഇരുമ്പ് കഷണം എന്ന് പറയുമ്പോ ചെറിയ തുണ്ട് കമ്പിയുടെ എന്തെങ്കിലും മതി, ആണിയോ എന്തായാലും മതി. ഇത്രയും സാധനങ്ങളാ വേണ്ടത്. എല്ലാത്തിലും ഇതുപോലെ നിറയ്ക്കണം. ഉപ്പ് ആദ്യം, ഉമിക്കരി രണ്ടാമത്, മൂന്നാമത് നെല്ല് കുറച്ച്, പിന്നെ ഒരു ഇരുമ്പ് തുണ്ട്. ഇത് 4 എടുത്ത് സന്ധ്യാസമയത്ത് വീട്ടിന്റെ 4 മൂലകളിലായിട്ട് കുഴിച്ചിടണം. ചിരട്ടയിൽ വെച്ച് ഒരു കുഴിയെടുത്ത് കുഴിക്കകത്തേക്ക് ചിരട്ടയോടുകൂടി വയ്ക്കണം. ചരിച്ചല്ല, കമിഴ്ത്തിയല്ല, നേരെ മുകളിലേക്ക് കാൺക തരത്തിൽ വയ്ക്കണം കേട്ടോ. ചിരട്ട നേരെ തന്നെ വയ്ക്കണം, കമിഴ്ത്തിയൊന്നും വെച്ചേക്കരുത്. ഇങ്ങനെ വെച്ച് മണ്ണിട്ട് മൂടുക. കുഴിയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയേക്കാൾ താഴ്ച വേണം. അങ്ങനെ 4 ഭാഗത്ത് ഇത് 4 ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വീടിന് മൂലയോട് ചേർന്ന് തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാവാം. നമ്മൾ ഇതൊക്കെ കുഴിയൊക്കെ എടുക്കുമ്പോൾ വീട്ടിലെ പൈപ്പ് ലൈനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുഴിയെടുക്കണം. അല്ലെങ്കിൽ പൈപ്പ് ലൈനൊക്കെ പൊട്ടിയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാല് അങ്ങ് അടച്ചാൽ മതി. നമ്മൾ ഈ കുഴി നന്നായിട്ട് മണ്ണിട്ട് മൂടണം. നമ്മൾ പിന്നീട് ഒന്നും നോക്കണ്ട, ചിരട്ടയ്ക്ക് മുകളിലേക്ക് മണ്ണിട്ട് ആ കുഴി മൊത്തത്തിൽ അങ്ങ് മൂടുക കേട്ടോ. ഈ ചിരട്ടയില് ഈ പ്രയോഗം ചെയ്തിട്ടിരുന്നാല് ഇത് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷം ഉണ്ടാക്കാത്ത കാര്യമാണ്. എന്നാൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവയ്ക്ക് നമ്മുടെ വീടിന് കുറുകെ പോകാൻ കഴിയാതെ വരികയും നമ്മുടെ വീട് സുരക്ഷിതമായി മാറുകയും ചെയ്യും. പിന്നെ ഭവനരക്ഷാക്രിയ ചെയ്തിട്ടുള്ള വീടുകളിൽ ഇത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. ആ രക്ഷാക്രിയ നന്നായിട്ട് ചെയ്തിട്ടുള്ള വീടിന്റെ കുറുകെ പോവില്ല. താന്ത്രിക കർമ്മം വഴിക്ക് നമ്മൾ ചെയ്യുന്നതല്ലേ, സുദർശന ഹോമമൊക്കെ കഴിപ്പിച്ചിട്ട് ചെയ്യുന്ന ഭവൻ രക്ഷാക്രിയ, അതുണ്ടെങ്കിൽ ഇത് വേണ്ട. അല്ലാതെയുള്ള സാമാന്യമായിട്ടുള്ള വീടുകളിലെല്ലാം ഇത് ചെയ്താൽ വളരെ ഉത്തമമാണ്. ഒട്ടും ചെലവില്ലാത്ത കാര്യമല്ലേ. മാത്രമല്ല വീട്ടിന് കുറുകെയുള്ള നമുക്ക് ചില വരവുപോക്കളെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റില്ല. വീട്ടിലെപ്പോഴും ബാധ്യതകളും കടവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണും. അതും ഒരു തരം വരവുപോക്കുകളുടെ ലക്ഷണം കൊണ്ടുണ്ടാവാം. ശനി, ഗുളികൻ അങ്ങനെയുള്ള വരവുപോക്കുകളുണ്ട്, നാഗഭൂതങ്ങളുടെ വരവുപോക്കുണ്ട്. ഇങ്ങനെയുള്ള എന്തായാലും ശരി, അവയെല്ലാം ചേർക്കാൻ ഇത് ഗുണപരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നാട്ടറിവുകളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു തന്നത്. പിന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇച്ചിരി ഒരു കഥയിലൂടെ കടന്നുപോയി, അതുകൊണ്ട് സമയം കുറച്ചു കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്തരം അനുഭവ കഥകൾ പറയുന്നതിൽ താല്പര്യമില്ലെങ്കിൽ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ കുറിച്ചോണേ. ഞാൻ ഇനി പറയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ കുട്ടിയെടുത്ത് പറഞ്ഞ എൻ്റെ കമന്റ് ബോക്സിൽ അതിന്റെ മറുപടി കൊടുക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ. പുതിയ ചാനലാണ്, നിങ്ങളുടെ പ്രോത്സാഹനം വേണം. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യ സൗഖ്യങ്ങൾ നേരുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ശ്രീ ഭഗവതി, എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ അമ്മേ.